ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയർ പരിപ്പ് പ്രഥമനാണ്. കോക്കനട്ട് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ചില സമയത്ത് നമുക്ക് തേങ്ങ ചിരവി തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി പായസം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയാണല്ലോ. ആ സമയത്ത് തേങ്ങാ പൗഡർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പായസം ഉണ്ടാക്കിയെടുക്കാം. ഈ കോക്കനട്ട് പൗഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാലും കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലും ഒക്കെ ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഈ പാക്കറ്റിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ കാണിക്കാം. പിന്നെ ഒരു കാര്യം ആദ്യമേ ശ്രദ്ധിക്കണം, ഇളം ചൂടുള്ള വെള്ളം മാത്രമേ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവൂ. വെള്ളത്തിൻ്റെ ചൂട് കൂടാൻ പാടില്ല. അതുപോലെ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടും ഇത് മിക്സ് ചെയ്യരുത്. വെള്ളത്തിന് ഇളം ചൂട് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം, എന്നാൽ ഇത് പെട്ടെന്ന് മിക്സായി കിട്ടുള്ളൂ. നമുക്ക് ആദ്യം കട്ടി കുറഞ്ഞ, അതായത് രണ്ടാം പാലിന് സമമായിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ 1.5 കപ്പ് വെള്ളത്തിന് എടുക്കുകയാണ്. പാക്കറ്റിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ 2 കപ്പ് വെള്ളത്തിനാണ്. പക്ഷേ അത് തീരെ കട്ടിയില്ലാത്തതുപോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനിവിടെ 1.5 കപ്പ് വെള്ളത്തിനാണ് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ആവശ്യം 1.5 കപ്പ് രണ്ടാം പാലാണ്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ബാക്കിയുള്ള വെള്ളം മുഴുവൻ ഒഴിക്കാം. ആദ്യം കുറച്ച്, അതായത് ഒരു 1/4 കപ്പോളം വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം മുഴുവനായിട്ട് ഒഴിക്കാം. അതായത് 1.5 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഞാനിപ്പോൾ ഈ കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. രണ്ടാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് 240 ml കപ്പ് അളവിനാണ് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത്. ഈ കപ്പിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങാ പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. നിറയെ എടുത്തതുകൊണ്ട് തന്നെ ഏകദേശം ഇതൊരു അരക്കപ്പോളം തേങ്ങാ പൗഡർ ഉണ്ട്. ഇതിലേക്ക് ആദ്യം അല്പം ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ബാക്കി വെള്ളം കൂടി ചേർക്കാം. 1 കപ്പ് ഒന്നാം പാലാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. 1 കപ്പ് ഒന്നാം പാലും 1.5 കപ്പ് രണ്ടാം പാലുമാണ് നമുക്ക് ഈ പായസത്തിന് ഇപ്പോൾ ആവശ്യമുള്ളത്. മിക്സ് ആയതിനു ശേഷം ബാക്കി വെള്ളം കൂടി ഞാൻ ഈ കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതും മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ രണ്ടും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ശർക്കരയാണ് വേണ്ടത്, അതായത് വെല്ലം. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് പായസത്തിന് എടുക്കുന്നത്. അതുകൊണ്ട് 2 കപ്പ് ശർക്കരയാണ് ഉരുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും പരിപ്പിൻ്റെ ഇരട്ടിയായിരിക്കണം ശർക്കര എടുക്കേണ്ടത്, എന്നാലേ ആവശ്യത്തിന് മധുരം ഉണ്ടാവുള്ളൂ. 2 കപ്പ് ശർക്കരയ്ക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ശർക്കര ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. കൂടുതൽ സമയം വെച്ച് വറ്റിച്ചെടുക്കുകയൊന്നും വേണ്ട. ശർക്കര ഇതിൽ ചേർത്തിരിക്കുന്നത് മുഴുവനായിട്ടൊന്ന് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇടയ്ക്കിടെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് തിളച്ച് പുറത്തേക്ക് മറിയും. സ്പൂൺ വെച്ച് ശർക്കര ഒന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. അതാകുമ്പോൾ പെട്ടെന്ന് ഇത് മെൽറ്റായി കിട്ടും. ശർക്കര മുഴുവനും ഇവിടെ മെൽറ്റായിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെറുപയർ പരിപ്പ് കഴുകിയെടുക്കണം. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഈ 1 കപ്പ് ചെറുപയർ പരിപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ 2 കപ്പ് ശർക്കര എടുത്തത്. ഇത് ഞാനിവിടെ കഴുകി ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. കഴുകിയിട്ട് ഇതുപോലെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലിട്ട് വെക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം, പശുവിൻ നെയ്യ്. ഇതിലേക്ക് അല്പം ഉണക്കമുന്തിരി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരി ഇട്ട ഉടനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. മുന്തിരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും എണ്ണയിലിട്ട് കഴിഞ്ഞാൽ. ഇത് നമുക്ക് കോരിയിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് കശുവണ്ടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത കശുവണ്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. സാധാരണ റോസ്റ്റ് ചെയ്യാത്ത കശുവണ്ടി ഇട്ടിട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ടൊന്ന് വാട്ടിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതും പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച ചെറുപയർ പരിപ്പിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ കിടന്ന് പോയിക്കോളും. നന്നായിട്ട് ഫ്രൈ ചെയ്യണം. കുറച്ചധികം സമയം എടുക്കും. നമ്മൾ കഴുകിയിട്ട് ഇതിൽ വെള്ളം കിടക്കുന്നതുകൊണ്ട് കുറച്ചധികം സമയം എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ. ആദ്യം അല്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. കാരണം വെള്ളമുള്ളത് കൊണ്ട് അതൊന്ന് ഉണങ്ങിക്കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. എന്നിട്ട് വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പോൾ പിന്നെ തീ കുറച്ചിട്ട് ഫ്രൈ ചെയ്യണം. ഇതിൻ്റെ കളറൊന്ന് മാറി വരണം. ചെറിയൊരു റെഡിഷ് കളർ വരുന്നത് വരെ ഫ്രൈ ചെയ്യാം. കൂടുതൽ ഫ്രൈ ആവാൻ പാടില്ല, അപ്പോൾ ഇത് വെന്ത് കിട്ടില്ല. ചെറുതായിട്ടൊരു ചുവപ്പ് കളർ വരുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളം ചേർക്കാം. 1 കപ്പ് ചെറുപയർ പരിപ്പിന് 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ വെള്ളം നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ പാത്രം അടച്ചു വെക്കാം. പാത്രത്തിന് ഹോളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം, എങ്കിലേ പെട്ടെന്ന് വേവുള്ളൂ. നമുക്കിത് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഏലക്കായ്പ്പൊടിയും മറ്റും മിക്സ് ചെയ്തെടുക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം ഏലക്കായ്പ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ വരെ ജീരകം പൊടിച്ചതും ചേർക്കാം, ചെറിയ ജീരകം. 1/2 ടീസ്പൂൺ വരെ ചുക്ക് പൊടിച്ചതും കൂടി ചേർക്കാം, അതായത് ഇഞ്ചി ഉണക്കി പൊടിച്ചത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച 1-ാം പാലിൽ നിന്നും 5-6 ടീസ്പൂൺ വരെ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് തേങ്ങാപ്പാലിൽ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് പായസത്തിലേക്ക് ഈ പൊടികൾ ഡയറക്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തേങ്ങാപ്പാലിൽ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമാണ് പായസത്തിലേക്ക്. ഞാനിതിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറുപയർ പരിപ്പ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ച പായസം ഇഷ്ടമല്ലാതെ പരിപ്പോട് കൂടി തന്നെ വേണമെന്നുള്ളവർക്ക് ഇത് ഉടച്ചു കൊടുക്കണം എന്നില്ല, അതുപോലെ തന്നെ ഉണ്ടാക്കാം. ഞാനിത് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കും, കുറച്ച് പരിപ്പ് അവിടെ ബാക്കി നിർത്തും ഒരു ചെറിയ കടി കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ ഞാനിതുപോലെ ഉടച്ചു കൊടുക്കും. ഇനി ഉടച്ച പരിപ്പിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര ഒരു സ്ട്രെയിനറിലൂടെ ഒഴിക്കാം. സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് തന്നെ ഒഴിക്കണം. ഇതിലുള്ള അഴുക്കും കല്ലും ഒക്കെ വേർതിരിച്ചെടുക്കണം. മുഴുവൻ ശർക്കരയും ഇതിലേക്ക് ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് ശർക്കരയും പരിപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച 2-ാം പാൽ ചേർക്കാം. അതും ഞാനൊരു സ്ട്രെയിനറിലൂടെ തന്നെയാണ് ചേർക്കുന്നത്. കട്ടയുണ്ടെങ്കിൽ അത് പോയി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പായസം ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് 10 മിനിറ്റ് വരെ വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് വീണ്ടും വേവിക്കാം. അപ്പോഴേക്ക് പായസം നല്ല കട്ടിയായി വരും. തിളച്ച് പുറത്തേക്ക് വരുന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഇതുപോലെ മൂടി അല്പം ഒന്ന് തുറന്നു വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ പുറത്തേക്ക് തിളച്ച് മറിയില്ല. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ മൂടി തുറന്ന് നോക്കാം. പായസം നന്നായിട്ട് വെന്ത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള വേവായിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. അതായത് ഏലക്കായ്പ്പൊടി, ജീരകപ്പൊടി, ചുക്കുപൊടി ഇത് മൂന്നും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ഇതിൽ ചേർക്കാം. എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഒന്നാം പാൽ ചേർക്കാം. നമ്മൾ 1 കപ്പ് പാൽ റെഡിയാക്കി വെച്ചതിൽ നിന്നും പൊടികൾ മിക്സ് ചെയ്യാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം എടുത്തിരുന്നു. അതിൻ്റെ ബാക്കി തേങ്ങാപ്പാലാണിത്. അതും ഒരു സ്ട്രെയിനറിലൂടെ ഈ പായസത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളിത് തിളപ്പിക്കില്ല. പക്ഷേ ഇത് കോക്കനട്ട് പൗഡർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. ചെറിയൊരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ പായസം അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എനിക്ക് പ്രഥമൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ചെറുപയർ പരിപ്പ് പ്രഥമനാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.